ആഘോഷം ശരി പറഞ്ഞാൽ ക്രിസ്മസിന് ഞങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷം തന്നെയാണ് ആ സിനിമ. ക്യാമ്പസ് പശ്ചാത്തലത്തിലാണ് നമ്മുടെ സിനിമ. നല്ല 4 ഗാനങ്ങളുണ്ട്. കുടുംബ പ്രേക്ഷകരെ മുഴുവൻ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനവും തിരക്കഥയും ഒക്കെയാണ് നമ്മൾ കൈകൂടി ഒരുക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ അഭിനയിച്ച ഇപ്പോൾ നമ്മുടെ ഉള്ളവരും വരാൻ പറ്റാത്തവരുമായ ആർട്ടിസ്റ്റുകളെല്ലാം മനോഹരമായി അവരുടെ റോളുകൾ നന്നായി ചെയ്യുകയും നല്ലൊരു ആശയം ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ. യൂത്തിന് വേണ്ടി നല്ല ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾ കണ്ട് കുറച്ചേറെ യൂത്ത്, ഏകദേശം എനിക്ക് തോന്നുന്നു പാട്ടിലെല്ലാം വരുമ്പോൾ 100 കണക്കിന് യൂത്ത് ഈ ഗാനങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ആഘോഷം നമ്മളിലേക്ക് എത്തുക എന്നുള്ളത് സീനിയർ രണ്ടാമത്തെ ചിത്രമാണ്. ആദ്യത്തെ ചിത്രം സ്വർഗമായിരുന്നു, അതൊരു കുടുംബ ചിത്രമായിരുന്നു. പ്രവാസികളാണ് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്നാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജനങ്ങൾ അത് സ്വീകരിക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിരുന്നായി ക്രിസ്മസിന് നൽകുകയും ചെയ്യണമെന്നാണ് സീനിയറിന്റെ ആഗ്രഹം. അതോടൊപ്പം നമ്മൾ കലാസ്നേഹം കൊണ്ടും കൂടെയാണ്. ഞങ്ങളുടെ ബിസിനസിനേക്കാളൊക്കെ ഉപരി നഷ്ടം വരാതെ പോകണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ്. അതിന് ഞങ്ങളോട് നിങ്ങളെല്ലാം നിൽക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. എന്നാൽ ബിസിനസ്സിനും അപ്പുറം നല്ല കലാസൃഷ്ടികളെ സ്നേഹിക്കുന്ന ഒരു പറ്റം ടീമാണ് ഈ സിയർ ഗ്ലോബൽ. അതിൻ്റെ ഒരു 2ാമത്തെ പ്രൊഡക്ഷനാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് സമയം നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുമെന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നും തന്നെയാണ് പ്രൊഡക്ഷൻ എല്ലാവരുടെയും പേരിലുള്ള എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം. ആഘോഷം ശരിക്കും ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ്. ഇതിന്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസിന്റെ എലിമെന്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, അതിന്റെ ത്രെഡ് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനറാണ് ആഘോഷം. ഞാനും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെയും കാണാം. അതെനിക്ക് തോന്നുന്ന ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിന്റെ സംവിധായകനും ഇതിന്റെ പ്രൊഡക്ഷനിലെ ചേച്ചിയും ടീമൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയലായിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോ ഇനി എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റുമാരെ എനിക്ക് തോന്നുന്നു അമൽ തുടങ്ങാം അല്ലെ, ആഘോഷത്തെ പറ്റി അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. സിയർ ഗ്ലോബൽ മൂവീസിന്റെ ഭാഗമാണ് ചേച്ചി, ഡോക്ടർ പ്രിൻസ് പ്രോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാർ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റാണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ അറിയാം, ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൊണ്ടും വരുന്ന പരിപാടിയാണ്. അപ്പം ഇതിന്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് സിനിമ. അതേപോലെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ നരേന്ദ്രയുണ്ട്, ബോബിച്ചേട്ടൻ, ജയ്സേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാർ, അപ്പൊ അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് സിനിമയാണ് ആഘോഷം. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. കുറെ പടങ്ങൾ റിലീസ് ഉണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ആഘോഷം ഒരാഘോഷമായി തന്നെ മാറുന്ന ഒരു പ്രതീക്ഷ, വിശ്വാസവും നമുക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഡിസംബർ 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തിന് ഏറ്റെടുക്കുമല്ലോ, ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം.
എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ ചിത്രം അല്ല, സുമതിപുരയ്ക്ക് ശേഷം റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് കിങ്സ് ബേബി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ദുമസ്തിന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതാണ്. സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ട് മക്കളോടൊപ്പം അല്ലെങ്കിൽ കാരണവന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാണ് പടമാണ് ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിൽ ഭാഗമാകാൻ സാധിച്ചേക്ക്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായോ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പം എന്താണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളുടെ സിനിമ ഒരു വിജയമാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം, ആഘോഷത്തിന്റെ ഒരു പാർട്ടായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റിയതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25th ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവണം ആഘോഷത്തിന്. ഹായ്, സോറി കുറച്ച് ലേറ്റ് ആയി പോയി. എൻ്റെ പേര് സോന ഫിലിപ്പ്. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സുജിത്തയുടെ ആ ചേട്ടനാണ് എന്നെ ഇതിനകത്ത് റെഫർ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. എന്നെ എടുത്ത അമലേട്ടനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവിയായിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. ആഘോഷത്തിന്റെ ട്രെയിലർ നോക്കുമ്പോൾ മൊത്തം ഒരു ഫണ്ടാണ്, ഭയങ്കര ഡിഫറെന്റ് ജോണറാണ്. അപ്പോൾ എന്താണ് ഒരു നോർമലി ഒരു ത്രില്ലർ ഹിറ്റ് ആകുമ്പോൾ അടുത്ത അത് തന്നെ പിടിക്കാം, അല്ലെങ്കിൽ അവിടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ ഇച്ചിരി കെയർഫുൾ ആയിട്ട് അതൊക്കെ ചെയ്യാം. ഇതിനെ ഒബിയസ്ലി ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ ജോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? അല്ല, അതായത് ആക്ച്വലി എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം എനിക്കിപ്പോ ഗുമസ്തൻ ത്രില്ലറായിരുന്നു എൻ്റെ ഒരു പടം റിലീസാണ്, ഫെബ്രുവരിയിൽ റിലീസാണ്. ഇതിലെ നാം പടത്തിന്റെ പേര്. അത് ആക്ച്വലി അതൊരു പക്ക ത്രില്ലർ തന്നെയാണ്. അത് നമ്മുടെ രമേഷ് പിള്ള പ്രൊഡക്ഷന്റെ ആദ്യത്തെ പ്രൊഡ്യൂസർ നാരായണൻ അജിത് ജോസഫ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഫെബ്രുവരി റിലീസാണ്. അപ്പൊ അത് പക്ക ത്രില്ലർ തന്നെയാണ്. അപ്പൊ അത് ത്രില്ലറാണ് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ത്രില്ലർ തന്നെയാണ്. പക്ഷെ എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ളതുകൊണ്ടും പിന്നെ ഇതിന്റെ കഥ, ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ കഥ, നിശ്ചയിച്ച് തന്നെയാണ് ഇതിന്റെ കഥ. കഥ കേട്ടപ്പോൾ ഒരു നല്ലൊരു രസമുള്ള കഥയായിട്ട് തോന്നി. ഒരു കളർഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗട്ട് ഫീൽ ഇറങ്ങിയതാണ്. എന്തായാലും ഇപ്പൊ ഇതുവരെ പുറത്തുവിട്ടേക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് സോങ്സ് ആണെങ്കിലും ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അത് മുമ്പോട്ട് ഇനിയും ഈ ഒരു ജോണറിൽ പഠനം ചെയ്യാൻ നമുക്കൊരു എനർജി ബൂസ്റ്റായിട്ട് വേണ്ടി കാണിക്കും. പടവും അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് തീർച്ചയായിട്ടും ഈ ടൈപ്പ് പടങ്ങൾ. കാരണം എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു കുറെ നാളായി ഒരു കളർഫുൾ പടം വന്നിട്ടുണ്ട്. കാരണം കുറെ നാളുകൾ കുറെ സീരിയസ് പടങ്ങളും ത്രില്ലർ പടങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു മലയാളത്തിൽ. ഈ ഒരു ജോണറിൽ ഒരു ഫെസ്റ്റിവലിൽ ഒരു കളർഫുൾ പടം വന്നിട്ട് കുറെ നാളായി കുറെ പേര് എന്റെ മെസ്സേജ് അയച്ചു കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലേക്ക് പടം ഏറ്റെടുത്ത് വിചാരിക്കുന്നു. ദിവസം പോലെ തന്നെ ഇതും ഏറ്റെടുത്ത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫെസ്റ്റിവൽ സീസണിൽ ഓരോ സീസണിലും ഓരോ സിനിമ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാസ് സിനിമകൾ. ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ മാസ് കളർ സിനിമകളൊക്കെ ആയിരിക്കും. നമ്മള് തിയേറ്ററിൽ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു അടി
രീതിയിലൊക്കെ പടം ഒരു ചിരിച്ചിറങ്ങാൻ പറ്റുന്ന പടങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ആഘോഷം എന്താ പറയുക അതൊരു വെറൈറ്റി ആയിട്ട് ക്രിസ്ത്യൻ കൂടെ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരെ ചിരിച്ചിറങ്ങാൻ പറ്റുന്ന ലെവൽ അല്ലെങ്കിൽ നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മ സിനിമ ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. ആഘോഷം പേര് പോലെ ആ പേര് തന്നെയാണ് ആഘോഷം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സിനിമയാണ്. അത് ആഘോഷമായിട്ട് അതിന്റെ തിയേറ്ററിലേക്ക് എത്തുന്നത്. അപ്പൊ പ്രേക്ഷകർ ആഘോഷമായിട്ട് ഏറ്റെടുത്ത് വിചാരിക്കുന്നു. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും. കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ എത്തുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. അത് മാത്രമല്ല ഇപ്പം ഇന്നലെ കൂടെ ഞങ്ങളിങ്ങനെ പടം ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പം നരേപ്പോയൊക്കെ എനിക്ക് ക്ലാസ്മേറ്റ്സ് ഇപ്പോഴും ആ ഹാങ് ഓവർ ഉണ്ട്. നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് കണ്ട അവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ട പടം കണ്ട ആൾക്കാർ ഒരു ക്ലാസ്മേറ്റ്സ് ഉള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് വേറെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആഘോഷത്തിൽ കാണുന്നത്. അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ. പക്ഷെ കാണുമ്പോൾ കുറച്ചൊരു ഏജ് കുറവ് തോന്നിക്കുന്നത്. അല്ല ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചുമ്മാ അല്ല സീരിയസ്ലി. കാരണം വെച്ച് കഴിഞ്ഞാൽ കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്ര ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആണ്. കാരണം ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കണം. ഞങ്ങൾ മീശ മാത്രം വെച്ചിട്ട് ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പൊ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് ചെയ്യാന്ന് പറയുമ്പോൾ ഷോർട്ട് ഫിലിമിൽ ഒരു താരിഫ് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്ര തന്നെ സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്നെ വേണ്ടി വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടർ സൂര്യൻ എന്ന കഥാപാത്രത്തിന്റെ പേര് ആ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും വേഗം നമുക്ക് കിട്ടി. അത് അതിഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞതല്ല ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ എന്തുകൊണ്ട് ക്രിസ്മസിന് അടിച്ചുപൊളിക്കാൻ പറ്റുന്ന പടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ സിനിമ ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, സ്റ്റോറി ഉണ്ടായിരുന്നു, പ്രേക്ഷകരെ ഇനി ചിന്തിപ്പിക്കാൻ എലമെന്റ് ഉണ്ടാവും. ഇപ്പം ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ റൊമാൻസ് ക്യാമ്പസ് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഒരു നോർമൽ ഒരു ഇതാവട്ടോ അത് ചുറ്റുപാട് നടക്കുന്ന ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ആഘോഷം എന്തുകൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കാണുന്നത്? ആഘോഷം ആക്ച്വലി കഥ പറയുന്ന പശ്ചാത്തലമാണ് കോളേജ്. അതിനപ്പുറത്തേക്ക് കഥയ്ക്കൊരു വളർച്ചയുണ്ട്. അത് നമ്മൾ എന്താ പറയുക സീരിയസ് ആയിട്ടുള്ള വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ ബാക്ക്ഡ്രോപ്പ് അതിന്റെ പശ്ചാത്തലമാണ് കോളേജ്. കോളേജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ കോളേജിലെ എല്ലാ വൈബും ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ എന്ന് പറയുന്നത്. ആ കഥ നമ്മൾ വീട്ടിൽ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടുള്ള വർക്കാവും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ചിലപ്പം സിനിമകൾ പഠിപ്പിച്ചു ഒരുപാട് ഹിറ്റുകൾ ഇപ്പൊ എക്കോ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഇന്നലെ കൈ ഫാർമ ഇറങ്ങി അതിൽ നിന്ന് റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആഘോഷ കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയ ഒരു കാലത്തിലേക്ക് കൊടുത്ത് അടിച്ചു പിടിക്കാൻ അവസരം കിട്ടിയത്? എനിക്ക് സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേൾക്കുന്നത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പോ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്ട് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറെ നാളായി. അപ്പോ ഐ ഫെൽറ്റ് ദാറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ ചില ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ല, there is a story inside. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാൻവസിലേക്ക് വരുന്നത്. അത് പതുക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതിന് ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസ് ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസ് ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്നുവെച്ചാൽ വേറെ ഏതൊരു ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന് പടം കാശിറക്കി പോകുന്നു,
അയാൾക്ക് പ്ലസോ മൈനസോ മൈനസായി പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെയും ഇത് രണ്ടാമത്തെ റിലീസാണ്. അമല് രണ്ടും വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാൽക്കുലേഷൻസ് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് ബി മൈ ഫിലിം. ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തു. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന അധികം പടങ്ങൾ അദ്ദേഹം ചെയ്യാത്ത ഒരാളാണ്. മനഃപൂർവ്വമല്ല, പക്ഷെ ചെയ്യുന്നത് കുറച്ച് ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ഈ ചെയ്ത സാഹസം തന്നെയായാലും ശരി, എക്കോ ആയാലും ശരി, പാർമയായാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഉചിതമായ രീതിയിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനും ഇതിന്റെ സെറ്റപ്പും ഇത് വർക്ക് ചെയ്ത ആൾക്കാരും കുറെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതിലുള്ള കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ഒരു കോഡ്ഷിപ്പും. അപ്പോ നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കാവുന്ന മനോഹരമായ കുറെ മുഹൂർത്തങ്ങൾ നൽകിയൊരു സിനിമയാണ് ആഘോഷം. പിന്നെ ചോദ്യത്തിന് നമ്മൾ പല ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനൊരു ജോണർ എനിക്കും ഒരു പുതുമയാണ്. സോ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് എനിക്കും ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. താങ്ക് യു. പല പടങ്ങളും കാണിച്ചിട്ട് മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളും മാസങ്ങളും അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് കുറെ ചിലവരുടെ ഫൈറ്റ് കുറച്ചും കൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല ഇത്രയും വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല, പല കാരണങ്ങളായിരിക്കും. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരിക, ചില പ്രൊഡക്ഷനിൽ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിംഗിൽ പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും നടക്കും. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കണം ട്രീറ്റ്മെന്റ്. കാരണം നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പക്ഷേ ഞാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എന്റെ തോട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ നേച്ചറിന് തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസറാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്ചുവേർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിലായത്? അല്ല, ഇയാളുടെ കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. അതിന് അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിക്കണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാൾ വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡുണ്ട്. അതാണ് പറഞ്ഞ കഥ റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിംഗ് ബോധർ ചെയ്യുന്നുണ്ടോ? ഇല്ല പേരിലുണ്ട് കോളേജ് കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മലർന്നിസം എന്നുള്ള അഭിപ്രായത്തില്. ഇപ്പൊ ഇത് മാറും ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് നരേഞ്ചേട്ടൻ വരുമ്പോ ഒരു ഓഫീസിൽ നരേഞ്ചേട്ടൻ കോളേജ് ചിത്രത്തിൽ വരുമ്പോ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസിലൊക്കെ ഉണ്ട്. അപ്പൊ ഇനിയും ഒരു കോളേജ് സിനിമ വരുന്നു, അതിലേക്ക് ഒരു മലർന്നിസായി മാറുമോ? മലർന്നിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിന് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടില്ല, അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാതെ മേ ബി ഒരു കുട്ടി മലർന്നിസാവാനുള്ള ചാൻസ് അവരുടെ തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഈ ട്രെയിലർ സോങ്സ് ഒക്കെ ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര്, എന്തൊരു ഹീറോയിൻ ആരാ ഹീറോയിനാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതിനുള്ള ഉത്തരം റോസ്റ്റിംഗ് ചോദ്യത്തിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മലർന്നിസായിരുന്നു. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനാണ് വരുന്നത്. അങ്ങനെ ആയിരുന്നു ചോദിച്ചു. ഈ ഗോപിച്ച ലാലേട്ടനുമായിട്ട് വലിയ കമ്പനിയാണ്, ഒരു അടുപ്പമാണ്. ഒരു സിനിമയിലേക്ക് ഒരു സിനിമ അഭിനയിക്കണമെന്നൊരു സ്വപ്നവും താങ്കൾക്ക് ഇല്ലായിരുന്നു, കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പൊ അല്ലാതെ തന്നെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്.
പണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം ലാലേട്ടൻ സാധാരണ എന്താണ് താങ്കളോട് പറയാറുള്ളത്? ഞാൻ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിന്റെ. എനിക്ക് ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്, ഡ്രാമ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബർബായിൽ സാറിനോട് ചെയ്യാൻ എനിക്ക് വന്നു. അന്ന് ഞാൻ ആഘോഷത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് സാർ വിളിച്ചു വന്ന് ഞാൻ UK പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. സിനിമ ചോദ്യം അതല്ലേ, ചോദിച്ചത് ലാൽ സാർ എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ട് മനെ എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പം ലാൽ സാർ ഞാൻ ഇതിനകത്തോട്ട് ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണോ, ഇതുപോലെ മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞൊരാളാണ്. സോ ഹിസ് ബ്ലെസ്സിങ്സ് ദാറ്റ്. മിനി സ്ക്രീനിൽ ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം രണ്ട് ഫീൽഡാണ്. അപ്പം മിനി സ്ക്രീനിലായാലും ശരി, ബിഗ് സ്ക്രീനിലായാലും ശരി, അഭിനയിക്കുക എന്നുള്ള ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവാണ്. അത് ആ ആർട്ടിസ്റ്റ് കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം പക്ഷെ ഏറ്റവും പ്രേക്ഷകർ 2 വിധത്തിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. ബിഗ് സ്ക്രീനിൽ ഇപ്പൊ എല്ലാവർക്കും ബിഗ് സ്ക്രീനിൽ ഇച്ചിരി ഫെയിമാണോ അല്ലെങ്കിൽ കഥാപാത്രം റെക്കഗ്നൈസ് ചെയ്തൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മിനി സ്ക്രീനിലും അതുപോലെ ഏതാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇച്ചിരി താല്പര്യമുള്ളത്? താല്പര്യം എപ്പോഴും മൂവി തന്നെയാണ്. പിന്നെ എന്താ പറയാ, എപ്പോഴും ഒരു വർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂസ് ചെയ്തതാണ് മിനി സ്ക്രീൻ. പിന്നെ ആക്ടിങ് അല്ലേ എന്താണെങ്കിലും ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് വർക്കായാലും ചെയ്യുന്ന രീതിയിൽ ചെയ്യും. അപ്പൊ എല്ലാവരും ഞാൻ പറയണം, 25th ഞങ്ങളുടെ പടം ഇറങ്ങുകയാണ്. ആഘോഷം ക്രിസ്മസ് ഡേ ആണ്. മാക്സിമം നിങ്ങൾ മീഡിയയുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാ ജനങ്ങളിലും എത്തിക്കണം. റിലീസ് ഡേറ്റ്സും കാര്യങ്ങളും. സിനിമ ഒരു വൻ വിജയമാക്കണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.